ക്യാൻവയിൽ മേജറായിട്ട് നമുക്ക് വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്യാൻവയിൽ മലയാളം ഫോൺസ് ഇല്ല. മലയാളം ഫോൺസ് വളരെ കുറവാണ് ക്യാൻവയിൽ. അതും വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബേസിക് ഫോൺസ് മാത്രമേ മലയാളത്തിലുള്ളൂ. പ്രോ വെർഷനിൽ നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാം. എന്നാലും സാധാരണ ക്യാൻവയിൽ മലയാളം ഫോൺസ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പോസ്റ്റർ ഹാപ്പി ഓണത്തിൻ്റെ ഒരു പോസ്റ്ററാണിത്. ഇപ്പോൾ ഇവിടെ എനിക്കൊരു ഹാപ്പി ഓണം മാറ്റിയിട്ട് ഓണാശംസകളൊന്നും മലയാളത്തിൽ എഴുതണമെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷനിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷനിൽ ഞാനിവിടെ ഹാപ്പി ഓണം എന്ന് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ ഓണാശംസകളെന്ന് മലയാളത്തിൽ വരും. അപ്പോൾ എനിക്കിത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ഇവിടെ എനിക്ക് പ്ലേസ് ചെയ്യാം. ഓണാശംസകളെന്ന് പ്ലേസ് ചെയ്യാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഫോൺസ് മാത്രമേ ക്യാൻവയിൽ മലയാളത്തിൽ വരാറുള്ളൂ. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിൽ എഫക്ട്സ് മാത്രം കൊടുക്കാൻ പറ്റും. ജസ്റ്റ് എഫക്ട്സ്, ഔട്ട്ലൈന്, ലിഫ്റ്റ്, ഷാഡോ, ഇതേപോലുള്ള എഫക്ട്സ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. റീസൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ അല്ലാതെ വേറെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോൺസ് എങ്ങനെ നമുക്ക് ഫ്രീ വെർഷനിൽ തന്നെ ആഡ് ചെയ്യണം എങ്ങനെ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, വെറുതെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നുള്ള ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യാം. ഫോൺ മെമ്മെ മലയാളം എന്ന് ടൈപ്പ് ചെയ്യാം. ഫോൺ മെമ്മെ മലയാളം എന്ന് സെർച്ച് ചെയ്യുക. ഫോൺ മെമ്മെ മലയാളം ഫസ്റ്റ് കാണുന്ന മലയാളം ഫോൺ ജനറേറ്റർ ഫോൺ മെമ്മെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ അതിൽ നമുക്ക് മാക്സ് കൊടുക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിലിവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഓണാശംസകൾ ആണല്ലോ ആഡ് ചെയ്യാൻ പോകുന്നത്. പേസ്റ്റ് ചെയ്യുക, ഓണാശംസകൾ പേസ്റ്റ് ചെയ്തു. അപ്പോൾ അടിയിൽ സെലക്ട് ഫോണ്ട് എന്നുണ്ട്. അപ്പോൾ സെലക്ട് ഫോണ്ട് നമുക്കൊരു ഫോണ്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഫോണ്ടുകളുണ്ട്. എന്നാലും എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നിയൊരു ഫോണ്ട് ഞാൻ വെറുതെ കൊടുക്കുകയാണ്. ഞാൻ ഓണാശംസകൾ മലയാളം കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഓണാശംസകൾ എന്ന് പറഞ്ഞൊരു ഒരു പർട്ടിക്കുലർ സ്റ്റൈലിൽ വന്നു. ഈ സ്റ്റൈൽ നമുക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അത് എഫക്റ്റാണ്. എഫക്റ്റ് കൺട്രോൾ ചെയ്യാൻ ഒത്തിരി എഫക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ആക്ച്വലി എനിക്ക് സ്യൂട്ട് ചെയ്യുന്നൊരു എഫക്റ്റ് എടുക്കാം. എനിക്ക് ഈ എഫക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ഒത്തിരി എഫക്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കളർ വേണ്ടെങ്കിൽ സെലക്ട് കളർ കൊടുക്കുക, കളർ ചേഞ്ച് ചെയ്യാം. കളറ് അതിൻ്റെ ഔട്ട്ലൈനിലാണ് കളർ ചേഞ്ച് ചെയ്തത്. ഗ്രീൻ കൊടുക്കുമ്പോൾ ഓണാശംസകളിൽ ഒരു ഗ്രീൻ ഔട്ട്ലൈൻ വരും. അപ്പോൾ ഈ ഒരു ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഞാൻ വേറൊരു ഫോണ്ട് എടുത്ത് കാണിച്ചു തരാം. വേറൊരു സ്റ്റൈൽ എടുക്കാം. നമുക്ക് ടോട്ടലി കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ എടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്റ്റൈൽ എടുത്തു. ഇപ്പോൾ ഇതൊന്നു. ഇപ്പോൾ എനിക്ക് ഈ കളർ റെഡ് ആക്കണം. നമുക്ക് ജസ്റ്റ് റെഡ് കൊടുത്താൽ മതി. അപ്പം ഓണാശംസകൾ ഞാൻ റെഡിൽ കൊടുത്തു. അപ്പോൾ ഇതാണ് എനിക്ക് ക്യാൻവയിൽ യൂസ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഇവിടെ ഈ ആരോ ക്ലിക്ക് ചെയ്യുക, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിൽ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഇതൊരു ഇമേജ് ഫയലായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡായി കിടക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ പോസ്റ്ററിൽ ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പോസ്റ്ററിലോട്ട് പോവുക. ഈ പോസ്റ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് എടുക്കണമെങ്കിൽ ക്യാൻവയിൽ അപ്ലോഡ്സിൽ പോവുക, അപ്ലോഡ് ഫയൽസിൽ പോവുക. നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ് ഫയലാണത്. ഓപ്പൺ ചെയ്യുക. റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഓണാശംസകൾ ലോഡായി ഇങ്ങനെ പ്ലേസ് ചെയ്യാം. നമ്മുടെ ക്യാൻവയിലുള്ള ബേസിക് ആയിട്ടുള്ള മലയാളം ഫോണ്ടിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇത് ഫോൺ മെമ്മയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് കുറച്ചുകൂടെ ഈ ഒരു പോസ്റ്ററിന് സ്യൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഓണാശംസകൾ ക്രിയേറ്റ്. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഈ ഫ്ലാഷ് സെയിൽ 25% ഓഫിൽ ഞാൻ ഫ്ലാഷ് എനിക്ക് മലയാളത്തിൽ കൊടുക്കണമെന്നാണ് ഉണ്ടെങ്കിൽ ഞാൻ ഫ്ലാഷ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷനിൽ പോവുക, ഫ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്തു. ഫ്ലാഷ് എന്ന് മലയാളത്തിൽ വന്നു. സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ഫോൺ മെമ്മയിൽ പോയിട്ട് എൻ്റർ ടെക്സ്റ്റിൻ്റെ അവിടെ ഫ്ലാഷ് എന്ന് എൻ്റർ ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഫ്ലാഷ് എന്ന് പേസ്റ്റ് ചെയ്തു. വേറൊരു
വേറൊരു ഫോണ്ട് കൊടുക്കാം, വേറൊരു ഫോണ്ട് കൊടുക്കാം, വേറൊരു ഫോണ്ട് കൊടുത്തു, വേറൊരു സ്റ്റൈൽ കൊടുക്കാം. ഫ്ലാഷ് എന്നിട്ട് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഈ ഫ്ലാഷ്, ഈ ഒരു ഫോണ്ടിന്റെ ബാക്ക് ഒരു ഔട്ട്ലൈൻ റെഡ് ആണ്. ഈ ഔട്ട്ലൈൻ നമുക്ക് മാറ്റണമെങ്കിൽ സെലക്ട് കളർ പോയി ഞാൻ ഔട്ട്ലൈൻ ബ്ലാക്ക് കൊടുക്കാം. ഫ്ലാഷിന്റെ ഔട്ട്ലൈൻ ബ്ലാക്ക് ആയി, കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയി. ഇത് എങ്ങനെ സെലക്ട് ചെയ്യാൻ, റൈറ്റ് ക്ലിക്ക്, സേവ് കൊടുക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് കൊടുക്കുക, സേവ് ഇമേജ് കൊടുക്കുക. ഒത്തിരി ഫോൺസ് നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം. ഡിഫറെൻറ്റ് ഫോൺസ് അവൈലബിൾ ആണ്. പുതിയ പോസ്റ്ററിൽ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്ലോഡ് ഫയൽസ്, റീസെൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ഫയലാണ്. ഫയൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇതൊരു ഇമേജ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആവുന്നത്. ഇമേജ് ഫയലായിട്ട് ഡൗൺലോഡ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇൻക്രീസും ഡിക്രീസും ചെയ്യാൻ പറ്റും. കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ഇമേജ് ഫയൽ ആയതുകൊണ്ട്. കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും, ബട്ട് ഒരു ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നേരത്തെ കൊടുത്ത ഓണാശംസകൾ. ഇതെന്തായാലും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ഫോൺസ് ഉണ്ട്. ഞാൻ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന മിക്ക ഫോൺ സ്റ്റൈലും, എല്ലാ ഫോൺ സ്റ്റൈലും ഫോൺ മെമ്മയിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കളർ മാറ്റാം, നിങ്ങളുടെ പോസ്റ്ററിന് ചേർന്നത് യൂസ് ചെയ്യുക. ക്യാൻവയിലുള്ള ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള ടൂളാണ്, ആക്സസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.